എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്കുകളാണ്. നല്ലോണം നാരങ്ങ പിഴിഞ്ഞ് പുള്ളിയുള്ള ലൈം ജ്യൂസും ഉപ്പും പഞ്ചസാരയും തൊടരുത്. അതുപോലെ ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ. ഇന്നൊരു രഹസ്യ സംഭവം ഉണ്ടായി. കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു 4 ബിരിയാണി വേണം, എപ്പോഴാണ് മാഡം വരിക എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ വരില്ല, ഒരു ഡെലിവറി ബോയ് വരും പിക്ക് ചെയ്യാൻ. കൺഫ്യൂഷനായി. കസ്റ്റമർ എന്താ ചെയ്തെന്ന് അറിയാം, ഇവിടെ ടേക്ക് അവേയുടെ വിലയേനേക്കാൾ, അത് ഇവിടെയെന്നല്ല എവിടുത്തെ വിലയേനേക്കാളും 10-30 അല്ലെങ്കിൽ 35% കൂടുതലായിരിക്കും സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും വില. കാരണം അവർ കമ്മീഷൻ വാങ്ങിക്കുമല്ലോ. അതിന് പുറമെ ഡെലിവറി ചാർജും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ സ്ത്രീ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ടേക്ക് അവേക്ക് അതിനേക്കാളും കുറഞ്ഞ വിലയിലേ ഉണ്ടാവും. ആ വിലക്ക് ഇത് മൊത്തം ഓർഡർ ചെയ്ത് ആ പൈസ ഗൂഗിൾ പേ ചെയ്തു. എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് 10-70 രൂപ കൊടുത്തിട്ട് ഒരു സ്വിഗ്ഗി ജീനി ഡെലിവറി ബോയിനെ ബുക്ക് ചെയ്തു. അയാൾ വന്നിട്ട് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയി. ഒറ്റ ഓർഡറിൽ അവർ ഏകദേശം 300 രൂപയിലും ലാഭിച്ചു. ഞാൻ എന്നിട്ട് അവരെ അഭിനന്ദിക്കാൻ വിളിച്ചു, നിങ്ങൾ കൊള്ളാം, ഇത് സൂപ്പർ ഐഡിയ ആണ്, ആ 70 രൂപയല്ലേ പോയുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, 70 രൂപയും പോയില്ല. 70 രൂപയും പോയായിരുന്നു എങ്ങനെയെന്ന് അറിയാം. അവിടെ ഒരു കടയുണ്ട്, അവിടുന്ന് അവരുടെ മോന് ചെറിയൊരു ടോയ് വേണമായിരുന്നു. ഈ ഡെലിവറി ബോയ് അതും കൂടെ പിക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആ ഡെലിവറി ബോയ് ആ ടോയ് കടയിലേക്ക് വരുന്ന കാശേ എനിക്ക് മൊത്തത്തിൽ ചിലവായിരുന്നു. അത്രയും ബിരിയാണി വീട്ടിൽ കിട്ടാൻ. എന്താ അല്ലേ, സൂപ്പറല്ലേ. ഒരു ഗ്ലാസ്സിൽ 2 നാരങ്ങ പിഴിഞ്ഞ് എങ്ങനെ ഇരിക്കും?